ഷാലോം ടിവിയുടെ വചനം തിരുവചനം ശുശ്രൂഷയിലേക്ക് സ്വാഗതം. നമ്മുടെ കർത്താവ് ഉണ്ണിമിശിഹ പുൽക്കൂട്ടിൽ ജനിച്ചതിൻ്റെ എല്ലാ സന്തോഷങ്ങളും സ്നേഹവും സമൃദ്ധിയും നമ്മുടെ ഭവനങ്ങളിൽ നിറഞ്ഞു കവിയട്ടെ. പ്രിയമുള്ളവരെ, ക്രിസ്മസ് എല്ലാ ഭവനങ്ങളിലും സാധാരണ വളരെ വലിയ ആഘോഷമാണ്. ഒരു പേരിന് വേണ്ടി ക്രിസ്മസ് ആഘോഷിക്കുന്നവരുണ്ട്. ഉണ്ണി ഈശോയുടെ ജനനം എല്ലാ വർഷവും കൃത്യമായി കൊണ്ടാടുന്ന ആനന്ദം നിറഞ്ഞ കുടുംബങ്ങളുണ്ട്. എങ്കിലും ചിലരൊക്കെ പറയാറുണ്ട്, എപ്പോഴും സന്തോഷമൊക്കെ ആണെങ്കിലും ഈ ക്രിസ്മസിൽ എന്തോ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾ നിമിത്തം അങ്ങോട്ട് സന്തോഷിക്കാനാവുന്നില്ല. ക്രിസ്മസ് സന്തോഷിക്കുവാനുള്ളതാണ്, ക്രിസ്മസ് ആഹ്ലാദിക്കുവാനുള്ളതാണ്. സത്യം പറഞ്ഞാൽ വലിയ സ്തുതി ആരവങ്ങളോടുകൂടി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കേണ്ട സുദിനമാണ് ക്രിസ്മസ്. എന്തുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാകും. സത്യത്തിൽ പരിശുദ്ധ അമ്മയുടെയും ഔസേപ്പിതാവിൻ്റെയും ജീവിതത്തിൽ ഉണ്ണി ഈശോയുടെ ജനനം, അതിൻ്റെ സാഹചര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ യഥാർത്ഥത്തിൽ എന്ത് സന്തോഷമാണ് നൽകുന്നത്. സ്വർഗം ഭൂമിയിലേക്ക് നോക്കുമ്പോൾ മനുഷ്യരുടെ ദൃഷ്ടി കൊണ്ടാണ് ആ നോട്ടമെങ്കിൽ സങ്കടകരമായ അവസ്ഥകളാൽ ചുറ്റപ്പെട്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ക്രിസ്മസ് മനുഷ്യർക്കായി കടന്നു വന്നത്. പ്രിയമുള്ളവരെ, ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും ഔസേപ്പിതാവിനും ഒരു ഭവനം കിട്ടാതെ അവർ ഒരു കാലിത്തൊഴുത്തിലേക്ക് പോകുന്ന ദിവസമാണ് ക്രിസ്മസിൻ്റെ ദിവസം. അവരുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കും വലിയ ദുഃഖമാണ്. എന്നാൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന സ്വർഗമാണ് നമ്മളുടെ ദൃഷ്ടിയിൽ ആ സമയം കടന്നു വരേണ്ടത്. സ്വർഗത്തിൽ ആരാണ്? ദൈവപിതാവുണ്ട്, മാലാഖമാരുണ്ട്. സ്വർഗത്തിൽ നമ്മൾ കാണുന്നത് വലിയൊരു ആഹ്ലാദമാണ്. മാലാഖമാർ സംഗീതത്തോടും വാഴ്ത്തുകളോടും കൂടെ പ്രത്യക്ഷപ്പെടുകയാണ് എല്ലായിടത്തും. എന്നിട്ട് പറയുകയാണ്, സന്തോഷ വാർത്തയാണ്. നമ്മൾ നോക്കുമ്പോൾ അവിടെ ദുഃഖകരമായ സാഹചര്യങ്ങളാണ്, പക്ഷേ മാലാഖമാർ കൂട്ടാക്കുന്നില്ല. ഇതാണ് സ്വർഗത്തിൻ്റെ ഭാവം. ഈ ഭൂമിയിലെ മനുഷ്യരുടെ രക്ഷയ്ക്കായി ഉണ്ണിയേശുവും പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും പരിമിതികളിലേക്ക് ചുരുങ്ങപ്പെട്ട ഒരു സമയത്ത് അവരോടൊപ്പം നിൽക്കുന്ന മാലാഖമാർ സന്തോഷിക്കുന്നു. ഈ മാലാഖമാരുടെ സന്തോഷം ഉണ്ണിയേശുവിൻ്റെ മുഖത്ത് ഉറപ്പായിട്ടും നമുക്ക് കാണണം. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയും ഔസേപ്പിതാവും ഈ മാലാഖമാരാൽ വലയം ചെയ്യപ്പെടുമ്പോൾ, അവർ വലിയ സ്വർഗീയ ഗീതങ്ങൾ ആലപിക്കുമ്പോൾ, ഒരു വലിയ പ്രൈസ് ആൻഡ് വർഷിപ്പ്, സ്വർഗത്തിൽ നിന്ന് നേരിട്ട് നടക്കുന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ് ആ പ്രദേശം മുഴുവൻ നിറയുമ്പോൾ ആനന്ദകരമായ നിമിഷങ്ങളായി തീരുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ ഏത് സാഹചര്യമാണെങ്കിലും യേശുവിൻ്റെ ജനനത്തിൻ്റെ ഓർമ്മ നമ്മുടെ ജീവിതത്തിൽ ആനന്ദം കൊണ്ട് നമ്മൾ നിറയ്ക്കണം. സാഹചര്യങ്ങൾ ഒരു വിഷയമല്ല. ആര് ജനിച്ചു, ആര് നമുക്കായി നൽകപ്പെട്ടു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ സന്തോഷ കാരണം. നമുക്ക് കാണാം, യേശുവിൻ്റെ ജനനവുമായി ബന്ധപ്പെട്ട് നമ്മൾ എവിടെ ചെന്നാലും സ്തുതിയാണ്. കർത്താവ് വരുന്നുവെന്നറിയുമ്പോൾ എലിസബത്ത് സ്തുതിക്കുന്നു. കർത്താവിൻ്റെ അമ്മയെ കാണുമ്പോൾ എലിസബത്ത് സ്തുതിക്കുന്നു. കർത്താവിനെക്കുറിച്ച് പറയുമ്പോൾ സഖറിയ സ്തുതിക്കുന്നു. വീണ്ടും നമ്മൾ കാണുകയാണ്, നമ്മൾ ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ശിമയോനും അന്നായും പ്രാർത്ഥനയുടെ മനുഷ്യരാണ്. അവരും കർത്താവിനെ സ്തുതിക്കുകയാണ്. അന്ന 84 വയസ്സായ ആ സ്ത്രീ ദേവാലയം വിട്ടുപോകാതെ രാപകൽ ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും കഴിയുകയായിരുന്നു. രാപകൽ സ്തുതിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ യേശു വന്നപ്പോൾ ഒരു റിലാക്സേഷൻ ആകട്ടെ എന്ന് വിചാരിക്കുന്നില്ല. ആ സ്തുതിപ്പ് അവിടെ നിർത്തുന്നില്ല. ആ സ്തുതിപ്പ് ശക്തമായി തുടരുകയാണ്. മുൻപോട്ട് വന്ന് ദൈവത്തെ സ്തുതിക്കുകയും ജെറുസലേമിൽ രക്ഷ പ്രതീക്ഷിച്ചു കൊണ്ടിരുന്ന എല്ലാവരോടും ശിശുവിനെ കുറിച്ച് സംസാരിക്കുകയും ചെയ്തു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം മുഴുവനും പറയുന്നത് യേശുവിൻ്റെ ജനനത്തിൻ്റെ നാളുകളിൽ അതറിഞ്ഞ
ആ രഹസ്യത്തിൻ്റെ പ്രാധാന്യം അറിയാവുന്ന സകലരും ദൈവത്തെ സ്തുതിക്കുകയാണ് എന്നാണ്. എന്നാൽ ആ സംഭവത്തിന് കാരണമായ ആ സംഭവം ആരിലൂടെ നടന്നു പോവുക? പരിശുദ്ധ അമ്മയും ഔസപിതാവും കഷ്ടതയിലൂടെ കടന്നു പോവുകയാണ്. ആ ദിവസങ്ങളിൽ അനേകം കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുകയാണ്. നമ്മൾ നോക്കുമ്പോൾ ദുഃഖകരമായ ഒരുപാട് കാര്യങ്ങൾ അവിടെ സംഭവിക്കുന്ന സമയത്തും സ്വർഗം പറയുന്നത്, ഏത് പ്രതിസന്ധിയിലും നിങ്ങൾ സ്തുതിക്കുക എന്ന് പറയുന്ന ആ കർമ്മത്തിൽ നിന്ന് മാറരുത് എന്ന വലിയ പാഠമാണ്. ഇത് സ്വർഗം ചെയ്ത പ്രവൃത്തിയുടെ നേരിട്ടുള്ള റിപ്പോർട്ടിംഗ് ആണ് നമ്മൾ ബൈബിളിൽ കാണുന്നത്. സ്വർഗം ആ സമയത്ത്, ഇതെല്ലാം സംഭവിക്കുന്ന സമയത്ത്, വേദനാജനകമായ കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്ത്, വിഷമിക്കുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന സമയത്തും യേശു നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നു എന്ന സന്തോഷത്തിൽ നമ്മൾ ആനന്ദിക്കണമെന്ന് പറയുന്ന ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ പാഠമാണ്. കാരണം നമ്മുടെ ജീവിതത്തിൽ ക്രിസ്മസ് മാത്രമല്ല, ഏത് സാഹചര്യത്തിലും ക്രിസ്മസ് നൽകുന്ന സന്ദേശം അതാണ്. ഏറ്റവും വലിയ സന്ദേശം അതാണ്. നമ്മളുടെ ദൈവമായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമ്മളോടൊപ്പം ആയിരിക്കുന്ന എല്ലാ സമയങ്ങളും അസാധാരണമാം വിധം അവനെ സ്തുതിക്കുവാൻ വേണ്ടി നമ്മൾ ചിലവഴിക്കേണ്ട സമയമാണ്. നമുക്കറിയാം, ജെറുസലേം ദേവാലയത്തിലേക്ക് ക്രിസ്തു കടന്നു വരുന്നത് ഒരു കഴുതപ്പുറത്താണ്. ഒരു രാജാവ് കഴുതപ്പുറത്ത് വരിക എന്ന് പറയുന്നത് എളിമയുടെ അത്യപൂർവമായ ഒരു പ്രതീകമാണ്. എന്നാൽ കഴുതപ്പുറത്ത് ക്രിസ്തു വരുമ്പോൾ തങ്ങളുടെ രാജകീയമായ ആ വരവേൽപ്പ് നൽകുവാൻ വേണ്ടി അവിടെയുള്ള ജനം മുഴുവൻ ദേവാലയത്തിൽ സ്തുതിച്ചുകൊണ്ട് നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. നമ്മളുടെ ജീവിതത്തിലേക്ക്, നമ്മളുടെ ശരീരമാകുന്ന ക്രിസ്തുവിൻ്റെ ദേവാലയത്തിലേക്ക് അവൻ കടന്നു വരുന്ന നിമിഷങ്ങളിൽ, അവനിവിടെ സന്നിഹിതനായിരിക്കുന്ന നിമിഷങ്ങളിൽ ഒരു നിമിഷം പോലും സ്തുതി മാറ്റിവെക്കുവാൻ യഥാർത്ഥത്തിൽ പാടില്ല എന്നുള്ളതാണ് സത്യം. കാരണം ദൈവം നമ്മളുടെ ശരീരമാകുന്ന ആലയത്തിൽ വസിക്കുമ്പോൾ ആ ദൈവത്തെ നിരന്തരം നമ്മൾ സ്തുതിച്ചുകൊണ്ടിരിക്കണം. അതുകൊണ്ടാണ് വചനം നിരന്തരം പ്രാർത്ഥിക്കുവാനും സ്തുതിക്കുവാനും നമ്മളെ ഉപദേശിക്കുന്നത്. കർത്താവിൻ്റെ വചനം പറയാണ്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ ഈ 6-7 വാക്യങ്ങൾ പറയണം. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ ആകുലരാകേണ്ട, പ്രാർത്ഥനയിലൂടെയും അപേക്ഷയിലൂടെയും കൃതജ്ഞതാ സ്തോത്രങ്ങളോടെ നിങ്ങളുടെ യാചനകൾ ദൈവസന്നിധിയിൽ അർപ്പിക്കുവിൻ. അപ്പോൾ നമ്മുടെ എല്ലാ ധാരണകളെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശു ക്രിസ്തുവിൽ കാത്തുകൊള്ളും. പ്രിയമുള്ളവരെ, നമ്മളുടെ ജീവിത സാഹചര്യങ്ങളിൽ ഏതു സാഹചര്യത്തിലും നമ്മൾ കർത്താവിനെ സ്തുതിക്കണം. കാരണം കർത്താവ് നമ്മളുടെ ശരീരമാകുന്ന ആലയത്തിൽ കടന്നു വന്നിരിക്കുന്നു. അതാണ് ക്രിസ്മസ് പറയുന്ന ഏറ്റവും വലിയൊരു കാര്യം. ക്രിസ്മസ് നമുക്ക് നൽകുന്നത്, നമ്മുടെ ശരീരം ഒരു കാലിത്തൊഴുത്തിനേക്കാളും മോശമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കർത്താവ് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ സാന്നിധ്യം നമ്മളിലുണ്ട്. 2 കൊറിന്തോസ് 13-ാം അധ്യായത്തിൽ 5 വാക്യത്തിൽ ഇങ്ങനെ പറയാണ്, 5 മുതൽ, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിലനിൽക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുവിൻ, നിങ്ങളെ തന്നെ പരീക്ഷിച്ചറിയുവിൻ. യേശുക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായും പരീക്ഷയിൽ പരാജയപ്പെട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നത്, നമ്മൾ എപ്പോഴൊക്കെ വിശ്വാസത്തിലായിരിക്കുന്നുവോ, നമ്മൾ വിശ്വാസത്തിലായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സന്തോഷകരമായ സത്യമെന്ന് പറയുന്നത്, നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ നിലനിൽക്കുന്നത് എല്ലാ നിമിഷങ്ങളിലും ക്രിസ്തു നമ്മളിലുണ്ട് എന്നുള്ളതാണ്. ക്രിസ്തു നമ്മളിൽ ഉണ്ട് എന്ന തോന്നൽ, കർത്താവ് നമ്മളിൽ ആയിരിക്കുന്നു എന്ന തോന്നൽ നമുക്ക് എപ്പോഴാണോ ഇല്ലാതെയാകുന്നത്, അപ്പോൾ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ പരാജയപ്പെടുകയാണെന്നാണ് ഈ വചനം പറയുന്നത്. അതുകൊണ്ട് ഈ വചനത്തിൻ്റെ അർത്ഥം വെച്ച് നമ്മൾ നോക്കുമ്പോഴും വിശ്വാസികളായവരുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കുന്നു. പ്രിയമുള്ളവരെ, ക്രിസ്മസ് ഈ ഒരു ആനന്ദമാണ് നമ്മളിലേക്ക് പകരേണ്ടത്. നമ്മൾ പുൽക്കൂട്ടിൽ, നമ്മളുടെ ദേവാലയത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന പുൽക്കൂട്ടിൽ പോയി കർത്താവിനെ കാണുമ്പോൾ, നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ നമ്മുടെ വീട്ടിൽ നമ്മൾ എല്ലാവരോടും പറയേണ്ടതായ ഒരു സന്തോഷ വർത്തമാനമുണ്ട്. ആ പുൽക്കൂട്ടിൽ ജനിച്ച് കണ്ടതായ യേശു ഇന്നെൻ്റെ ഹൃദയത്തിലുണ്ട്. ഇതാണ് ക്രിസ്മസ്. സത്യം പറഞ്ഞാൽ നമുക്കെല്ലാ നിമിഷവും ക്രിസ്മസ് ആണ്, എല്ലാ ദിവസവും ക്രിസ്മസ് ആണ്. ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ആയിരിക്കുന്ന ഓരോ നിമിഷവും ക്രിസ്മസ് ആണ് എന്ന് ഒരു ക്രിസ്ത്യാനി തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിലുള്ള ക്രിസ്മസ് സന്ദേശം. പ്രിയമുള്ളവരെ, ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർ കാണുവാനും ഈ ക്രിസ്തുവിനെ മറ്റുള്ളവർ ആരാധിക്കുവാനും
ഇടവരുത്തുന്ന രീതിയിൽ നമ്മുടെ ജീവിതം ക്രമീകരിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ് നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നവനായ ക്രിസ്തു ആരാണ് എന്ന് മറ്റുള്ളവരോട് നമ്മൾ പറയുകയാണ്. അന്ന പറഞ്ഞതുപോലെ, ശിമയോൻ പറഞ്ഞതുപോലെ, സഖറിയ പറഞ്ഞതുപോലെ, എലിസബത്ത് പറഞ്ഞതുപോലെ യേശുവിൻ്റെ വാഴ്ത്തുകൾ നമ്മൾ പാടുമ്പോൾ, യേശുവിനെക്കുറിച്ച് നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ, ക്രിസ്മസ് ദിനത്തിൽ യേശു പുൽക്കൂട്ടിൽ ജനിച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് ഗീതങ്ങൾ പാടി ലോകമെങ്ങും പോയി അവിടെയും ഇവിടെയുമുള്ള സാധാരണ മനുഷ്യരെ നോക്കി വിളിച്ചു പറഞ്ഞ് യേശു ജനിച്ചിരിക്കുന്നെന്ന് വർത്തമാനം പറഞ്ഞ മാലാഖമാരെ പോലെ നമ്മളുടെ ഉള്ളിൽ ക്രിസ്തു ജനിച്ചിരിക്കുന്നു. ഈ ക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനം എന്താണ്? ഈ ക്രിസ്തുവിനെ ഞാൻ സ്തുതിക്കുമ്പോൾ ഞാൻ അനുഭവിക്കുന്ന ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തി എന്നാണ്. ഇതൊക്കെ മറ്റുള്ളവരോട് പറയുവാനുള്ള ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഗ്ലോറിയ പാടിയ മാലാഖമാരോടൊപ്പം, അന്നയോടൊപ്പം, ശിമയോനോടൊപ്പം, അതുപോലെ തന്നെ എലിസബത്തിനോടൊപ്പം, സഖറിയായോടൊപ്പം നമ്മളും പരിഗണിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, ആഘോഷം മാത്രമാക്കുവാനുള്ള, ഭക്ഷണം മാത്രമാക്കുവാനുള്ള ഒരവസരമല്ല ക്രിസ്മസ്. യഥാർത്ഥത്തിൽ ക്രിസ്മസ് എന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഈ സാന്നിധ്യത്തിൻ്റെ ഒരു വലിയ പ്രകടനമാണ്. ഇത് പങ്കുവയ്ക്കലാണ്, ഈ ആനന്ദത്തിൻ്റെ പങ്കുവയ്ക്കലാണ്. ഇന്ന് ഒരല്പസമയമെങ്കിലും നമുക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന്, കർത്താവെ, നീ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതിന് ഞാൻ നിനക്ക് നന്ദി പറയുന്നു എന്ന് പറയാൻ അല്പസമയം നമുക്കുണ്ടാകണം. കുടുംബമായി ഭക്ഷണം കഴിക്കുമ്പോഴും കുടുംബമായ ആഘോഷങ്ങളിൽ ഏർപ്പെടുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു സ്തുതിപ്പ് ഇല്ല എങ്കിൽ ഒരുപക്ഷെ ക്രിസ്മസിൻ്റെ ആനന്ദം നമ്മൾ യഥാർത്ഥത്തിൽ കൊണ്ടാടുന്നില്ല എന്ന് വേണം പറയാൻ. അതിനാൽ നമ്മളുടെ ജീവിതത്തിലെ ക്രിസ്മസ് എന്ന് പറയുന്ന ദൈവികമായ വലിയ സങ്കല്പം നമ്മൾ രൂപപ്പെടുത്തി കാണിക്കേണ്ടത്, അല്ലെങ്കിൽ ആളുകളെ വെളിച്ചത്തിൽ കാണിക്കേണ്ടത് നമ്മളുടെ ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നതിൻ്റെ സന്തോഷം നമ്മൾ പ്രകടിപ്പിക്കുന്നതിലൂടെയാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, കർത്താവിനെ ഒരു നോക്ക് കാണുവാൻ വേണ്ടി എത്രയോ നാളുകൾക്ക് മുൻപായിരിക്കണം ജ്ഞാനികൾ യാത്ര തിരിച്ചത്. അവർ ഒരു ദേശം മുഴുവൻ, ഒരു വലിയ ദൂരം മുഴുവൻ സഞ്ചരിച്ച് കർത്താവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അവരെ ദൈവം അനുവദിച്ചത് ഒരു നിമിഷം ക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടിയാണ്. ആ ഒരു നിമിഷത്തെ ആരാധനയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മയെ കണ്ടുകൊണ്ട് ഒരു നിമിഷം ക്രിസ്തുവിനെ ആരാധിക്കുവാൻ വേണ്ടി അനേക കിലോമീറ്ററുകൾ യാത്ര ചെയ്ത് വന്ന ജ്ഞാനികൾ മഹാഭാഗ്യവാന്മാരാണെന്ന് നമ്മൾ ഇപ്പോൾ കരുതുന്നു, അല്ലേ? എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മളോട് യഥാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് അറിയാമോ? അവരൊരു നിമിഷം കണ്ട് ദൈവത്തെ ആരാധിച്ച് മടങ്ങിപ്പോയെങ്കിൽ സദാസമയം നമ്മളോടൊത്ത് വസിക്കുന്ന ക്രിസ്തുവിനെയാണ് അവർ ആരാധിച്ചതെന്ന് നമ്മൾ അറിയണം. നമ്മുടെ ഭാഗ്യം മഹാഭാഗ്യമാണ്. അനേക കിലോമീറ്ററുകൾ നടന്നു വന്ന ജ്ഞാനികൾ, അനേക കിലോമീറ്ററുകൾ സഞ്ചരിച്ച് കടന്നു വന്ന ജ്ഞാനികൾ മറിയത്തോടൊപ്പം യേശുവിനെ ആരാധിച്ച് തിരിച്ചു പോയി. അവരുടെ ജീവിതത്തിൽ അവർക്ക് പിന്നീട് ആരാധന യേശു സന്നിധിയിൽ നടത്താൻ അപ്പോൾ പറ്റുന്നില്ല. എന്നാൽ ഇതാ കർത്താവ് നമ്മളോട് പറയുന്നത്, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. കാരണം ദൈവത്തിൻ്റെ ആത്മാവായി ക്രിസ്തു നമ്മുടെ ഉള്ളിലേക്ക് തിരികെ വരുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ നിന്ന് പോയതുപോലും. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കർത്താവിൻ്റെ സാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാൻ പറ്റുന്നു എന്നുള്ളത് ക്രിസ്മസിൽ ഏറ്റവും വലിയ സന്തോഷമല്ലേ? നമ്മൾ തിരിച്ചറിയേണ്ട ഏറ്റവും വലിയ സന്തോഷമാണ്. ആട്ടിടയന്മാർ യേശുവിനെ കണ്ടതും ആരാധിച്ചതും ഒരു ചുരുങ്ങിയ കാലഘട്ടത്തിലേക്കാണ്. ആ കാലഘട്ടത്തിൽ അവർ കണ്ടു, ആ ചുരുങ്ങിയ സമയം അവർ കർത്താവിനെ കണ്ടു. രാജാക്കന്മാർ ചുരുങ്ങിയ സമയം കർത്താവിനെ കണ്ടു. കർത്താവിനെ കണ്ടവരെല്ലാം ശിമയോൻ അങ്ങനെ കണ്ടു, അന്ന അങ്ങനെ കണ്ടു, എലിസബത്തും സഖറിയായും ആ ഒരു ബന്ധത്തിൽ അവർക്കായിരിക്കുന്ന സമയങ്ങളിൽ അവർ കാണുകയാണ്. സത്യത്തിൽ സ്നാപക യോഹന്നാൻ പോലും കുറച്ചു കാലം മാത്രമേ ഈശോയെ കാണുന്നുള്ളൂ. എന്നാൽ അതിനുശേഷം ഈശോ നമ്മളോടൊപ്പം, എല്ലാവരോടൊപ്പവും ജീവിതകാലം മുഴുവനായിരിക്കുന്ന രീതിയിൽ കടന്നു വരുന്ന ഒരു വലിയ സന്തോഷമാണ് യഥാർത്ഥത്തിൽ ബൈബിളിൽ യേശുവിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോസ്തലന്മാർ നമ്മളെ പഠിപ്പിക്കുന്നത് കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നു. ഈ ക്രിസ്തുവിനെ എപ്പോഴെങ്കിലും ഉള്ളിലേക്ക് നോക്കി ആരാധിക്കുവാൻ, എൻ്റെ ആലയത്തിൽ വസിക്കുന്ന അമ്മ ത്രേസ്യായുടെയൊക്കെ ജീവിതത്തിൽ ഹൃദയത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന യേശുവിനെ ആരാധിക്കുന്ന അനേക മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. അവരുടെ ജീവിതത്തിൽ കർത്താവ് ഉള്ളിൽ വസിക്കുന്നു എന്നത് വിശ്വസിച്ച് കർത്താവിനെ ആരാധിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്ന മണിക്കൂറുകൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഉള്ളിൽ വസിക്കുന്ന ഒരു ദൈവത്തിലേക്ക് തിരിഞ്ഞു നോക്കാതെ നടക്കുന്ന വ്യക്തികളായി നമ്മൾ മാറുകയാണ്. യഥാർത്ഥത്തിൽ വിശുദ്ധ കുർബാനയിൽ സജീവ സാന്നിധ്യമായി കർത്താവ് നമ്മളിലേക്ക് കടന്നു വന്നാൽ ആ കർത്താവ് വലിയൊരു സാന്നിധ്യമായി നമ്മളിൽ നിലനിൽക്കുകയാണ് ചെയ്യുന്നത്.
അടുത്ത വിശുദ്ധ കുർബാനയിൽ നമ്മൾ വീണ്ടും കർത്താവിനെ സ്വീകരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ക്രിസ്തു ശക്തി പ്രാപിക്കുകയാണ് ചെയ്യുന്നത്. കർത്താവിനെ കുദാശ സ്വീകരണത്തിലൂടെ കർത്താവിനെ നമ്മുടെ ഉള്ളിൽ ശക്തിപ്പെടുത്തി വളർത്തിക്കൊണ്ടിരിക്കുന്ന നമ്മൾ കർത്താവിനെ ആരാധിക്കുന്നതിൽ നിന്ന് പിന്മാറാൻ പാടില്ല. യഥാർത്ഥ ബോധ്യം നമ്മളെ നയിക്കേണ്ടത് നിരന്തരമായ ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഒരാരാധനയിലേക്കാണ്. നമുക്കറിയാം, നമ്മളുടെ ഇടയിൽ തന്നെ ഈ സമയം കർത്താവിൻ്റെ ശക്തരായ അനേക ദാസന്മാർ ജീവിച്ചിരിക്കുന്നു. നമുക്കവരെല്ലാം ഒരു മാതൃകയാണ്. ഞാൻ ഇന്നും ഓർക്കുന്നത്, നമ്മളുടെ ബഹുമാനപ്പെട്ട നായ്ക്കുംപറമ്പൽ അച്ഛൻ്റെ കൂടെ ഏതാനും നാളുകൾ ഒരുമിച്ചായിരിക്കാനൊക്കെ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അച്ഛനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴൊക്കെ ഞാൻ കണ്ടൊരു കാര്യം ഞാൻ പറയുന്നത്, നമുക്ക് മാതൃകയായിക്കൊണ്ട് അച്ഛൻ കാണിച്ചു തരുന്നൊരു കാര്യം, നിരന്തരം കർത്താവിനെ സ്തുതിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ അച്ഛനെ കണ്ടിട്ടുള്ളത്. വളരെ ചെറിയ ഒരു ചലനം ആ ചുണ്ടിൽ എപ്പോഴും ഉണ്ടാകും. ആ യേശുവേ സ്തോത്രം, യേശുവേ നന്ദി എന്നോ കർത്താവിനെ സ്തുതിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് നിരന്തരം സ്തുതിക്കുന്നൊരു ശക്തമായ ഒരു ആത്മീയ ജീവിതം അച്ഛനിൽ ഞങ്ങൾ വെളിപ്പെട്ട് കണ്ടിട്ടുണ്ട്. പ്രിയമുള്ളവരെ, ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ടാണ് കർത്താവ് ജീവിക്കുന്നൊരു ദൈവമായി അച്ഛൻ്റെ കരങ്ങളിലൂടെ പ്രവർത്തിക്കുന്നത് കാണുവാൻ ഇടവന്നത്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന നിരവധി വൈദിക ശ്രേഷ്ഠർ, പ്രിയമുള്ളവരെ, നിരന്തരം പ്രാർത്ഥിക്കുന്നവരാണ്, നിരന്തരം വചനപ്രഘോഷകർ, നിരന്തരം അനേകം മണിക്കൂറുകൾ കർത്താവിനെ വാഴ്ത്തുന്നവരാണ്. അതായത് ഏതെങ്കിലും സുവിശേഷ യാത്രകളിൽ ഇവരൊക്കെ പോകുമ്പോൾ ഇവരേത് നിമിഷവും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണപ്പെടുന്നത്. എല്ലാവരുടെയും സുവിശേഷ യാത്രകൾ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും അവരുടെ എല്ലാം ജീവിതത്തെക്കുറിച്ച് അറിയുവാൻ സാധിച്ചത് ഒരു അല്പസമയം കിട്ടിയാൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന വ്യക്തികളാണ്. അതുകൊണ്ടാണ് കർത്താവ് വലിയ സജീവ സാന്നിധ്യമായി അവരുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ട് നമ്മൾക്ക് വലിയ വിടുതൽ ശുശ്രൂഷകൾ നൽകുന്നത്. കർത്താവ് 2000 വർഷം മുമ്പ് പ്രവർത്തിച്ചതുപോലെ ഈ മനുഷ്യരിലൂടെയൊക്കെ പ്രവർത്തിക്കുവാൻ സാധിക്കുന്നത് അവർ പ്രത്യേകമായി എന്തെങ്കിലും ചെയ്യുന്നത് കൊണ്ടല്ല. അവരുടെ ഉള്ളിൽ, നമ്മുടെ ഉള്ളിൽ വന്നതുപോലെ കർത്താവ് ഇരിക്കുമ്പോൾ ആ കർത്താവിനെ അവർ ആരാധിച്ച് സ്തുതിച്ച് തൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനായി അനുവദിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ഒരു കുടുംബനാഥൻ്റെ ഉള്ളിൽ കർത്താവുണ്ട്, ഒരു കുടുംബനാഥയുടെ ഉള്ളിൽ കർത്താവുണ്ട്, ആ കുടുംബത്തിൽ ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ ഉള്ളിലും കർത്താവുണ്ട്. ഇത് തിരിച്ചറിഞ്ഞ് നമ്മുടെ ഉള്ളിലുള്ള കർത്താവിനെ, നമ്മുടെ കൂടെ വസിക്കുന്ന കർത്താവിനെ നമ്മൾ ആരാധിക്കാൻ തുടങ്ങുമ്പോഴാണ് നമ്മളുടെ കുടുംബത്തിൽ ക്രിസ്മസ് കടന്നു വരുന്നത്. പ്രിയമുള്ളവരെ, ഈ സ്വഭാവം നമ്മൾ ശീലിക്കാൻ ഇന്ന് തീരുമാനമെടുക്കണം. കർത്താവെ, നീ ഞങ്ങളുടെ വീട്ടിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നിന്നെ ആരാധിക്കുവാൻ, നീ എൻ്റെ ഉള്ളിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അല്പസമയം എവിടെയെങ്കിലും പോയി സ്വസ്ഥമായി ഇരുന്ന് എൻ്റെ ഉള്ളിൽ വസിക്കുന്നവനായ കർത്താവിനെ ആരാധിക്കുവാൻ, എൻ്റെ കൂടെ നടക്കുന്നവനായ കർത്താവിനെ ആരാധിക്കുവാൻ. കർത്താവെ, അല്പസമയം മാത്രം ലഭിച്ച ആരാധനാ സന്തോഷത്തിന് വേണ്ടി അനേക കിലോമീറ്ററുകൾ നടന്നു വന്ന ജ്ഞാനികളെക്കാളും വലിയ ഭാഗ്യം ലഭിച്ചിരിക്കുന്ന ഞാൻ അങ്ങയെ അതിനേക്കാൾ ഇരട്ടിയായി സ്തുതിക്കുന്നതിന് പകരം കർത്താവെ തിരസ്കരിക്കുന്നതിനെ ഓർത്ത് മാപ്പ് ചോദിച്ചുകൊണ്ട് ഇന്നത്തെ ക്രിസ്മസ് നിരന്തരമായ ഒരു ആരാധന ജീവിതത്തിൻ്റെ തുടക്കമാകുവാൻ പോവുകയാണ്. കർത്താവെ, അങ്ങയെ നിരന്തരമായി ആരാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിലേക്ക് എന്നെ നയിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് നമുക്ക് ഉറച്ച ഒരു തീരുമാനമെടുക്കാം. അപ്പോഴാണ് വചനം നമ്മൾ പറഞ്ഞു കേട്ടതുപോലെ എല്ലാത്തിനെയും അതിലംഘിക്കുന്ന ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മളിലേക്ക് ഇറങ്ങി വരിക. നമ്മുടെ വീട്ടിൽ എടുത്തു വച്ചിരിക്കുന്ന തിരുവചനത്തിൻ്റെ മുഴുവൻ സാന്നിധ്യവും ആരുടേതാണ്? നമ്മുടെ കർത്താവിൻ്റെതാണ്. നമ്മുടെ മുൻപിൽ കാണുന്ന ഈ തിരുവചനത്തെ നമ്മൾ മാറോട് ചേർക്കുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഈശോയെയാണ് മാറോട് ചേർക്കുന്നത്. ഈ തിരുവചനത്തെ നമ്മൾ ആഴമായി നമ്മുടെ ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ ഈശോയെയാണ് നമ്മൾ ഉള്ളിലേക്ക് സ്വീകരിക്കുന്നത്. നമ്മുടെ ദേവാലയത്തിൽ അർപ്പിക്കപ്പെടുന്ന ദിവ്യബലിയിൽ നമുക്ക് ലഭിക്കുന്ന ഈശോയുടെ സാന്നിധ്യമാണ് പരിശുദ്ധ കുർബാന. പ്രിയമുള്ളവരെ, ഇങ്ങനെ ഈശോയുടെ സാന്നിധ്യം ഇതുപോലെ ലഭിക്കുന്ന ഇടങ്ങളുണ്ടായിരിക്കുമ്പോഴെല്ലാം നമ്മൾ ഓർക്കേണ്ടത് ഈശോയെ കാണുവാനും ആരാധിക്കുവാനും കിലോമീറ്ററുകൾ യാത്ര ചെയ്തു വന്ന ജ്ഞാനിയാണ്. നമ്മളുടെ ഏതാനും മിനിറ്റുകൾ നടന്നാൽ കടന്നു ചെല്ലാൻ സാധിക്കുന്ന പരിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ആരാധനാ കേന്ദ്രങ്ങൾ ഒരു നിമിഷം ഓർമ്മിക്കുക. നമ്മൾ എത്ര ദിവസം അവിടെ പോകുന്നു? നമ്മുടെ പരിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്ന നമ്മുടെ ഇടവക പള്ളിയെ ഓർക്കുക. നമ്മൾ എത്ര ദിവസം അവിടെ പോകുന്നു? നമ്മളുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിലെ പ്രാർത്ഥനാ മുറി ഓർക്കുക. നമ്മുടെ വീട്ടിൽ എല്ലാവരും മടക്കി വെച്ചിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥത്തെ ഓർക്കുക. നമ്മൾ തിരസ്കരിച്ച് കളയുന്ന ക്രിസ്തു നമ്മളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളും വിജയവും പ്രദാനം ചെയ്യുവാനുള്ള, രാജാവായി വാഴാനുള്ള, നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാനുള്ള ക്രിസ്തുവാണ്. ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് വചനം പറഞ്ഞത്, ഇരുളിൽ അവൻ വന്നാൽ അവിടെ വെളിച്ചമാണെന്ന്. കർത്താവ് പറയുകയാണ്, മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ വന്നാൽ അവിടെ ജീവനാണെന്ന്. നമ്മുടെ വീട്ടിൽ കർത്താവ് ഉണ്ട്. പക്ഷേ ഈ കർത്താവിനെ സ്വീകരിക്കേണ്ടതുപോലെ സ്വീകരിച്ചാൽ അവൻ ചെയ്യാൻ തുടങ്ങുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. ക്രിസ്തു
ഇസ്രയേലിൽ പ്രവർത്തിക്കുവാൻ തുടങ്ങിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സകലരുടെയും ബന്ധനങ്ങൾ അഴിയുകയാണ്. കർത്താവ് എഴുന്നേറ്റ് നിന്ന് പറയുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാൻ, ബന്ധിതർക്ക് മോചനം കൊടുക്കാനാണ്, കർത്താവിൻ്റെ സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാനാണ്. ഇന്ന് നമ്മളുടെ ജീവിതത്തിൽ കർത്താവ് ഇരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. നമ്മുടെ ബന്ധനങ്ങളെ അഴിച്ചു കളയാൻ വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് അടിച്ചമർത്തപ്പെട്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് വിമോചനം തരാൻ വേണ്ടിയിട്ടാണ്. പിശാചിൻ്റെ കെട്ടിൽ നിന്ന് സ്വതന്ത്രമാക്കാൻ വേണ്ടിയിട്ടാണ്. കർത്താവിൻ്റെ വചനം പറയുന്നത് പിശാചിൻ്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ പ്രത്യക്ഷനായത്. ക്രിസ്തുവിൻ്റെ രാജകീയ പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതെ പോകുന്നതിൻ്റെ കാരണം ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ഇല്ലാത്തത് കൊണ്ടല്ല, അവനെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് കൊണ്ടാണ്, അവനെ ആരാധിക്കാത്തത് കൊണ്ടാണ്. അതിനാൽ ഇന്നത്തെ ദിവസം നമുക്ക് തീരുമാനമെടുക്കാം, കർത്താവെ, എന്നും ക്രിസ്മസ്, എപ്പോഴും ക്രിസ്മസ്, നീ എൻ്റെ ഉള്ളിലുള്ള കാലമെല്ലാം എനിക്ക് ക്രിസ്മസ്. ഈ തീരുമാനത്തോടെ നിരന്തരമായ ആരാധന നടത്തുവാനുള്ള ശക്തമായ ഒരു ഉറച്ച തീരുമാനത്തോടെ നമുക്ക് ഈ സമയം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. നല്ലവനായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ ജീവിതത്തിൽ വസിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങേക്ക് വേണ്ടി അങ്ങയോടൊപ്പമായിരിക്കുന്ന ഒരു വലിയ ആരാധനയുടെ ജീവിതം എനിക്ക് തരണമേ. കർത്താവെ, അങ്ങയുടെ മാലാഖമാരോടൊപ്പം ഞാൻ അങ്ങയെ നിരന്തരം സ്തുതിക്കട്ടെ. അങ്ങനെ സ്തുതിപ്പിൻ്റെ ആത്മീയതയുടെ നിറവിൻ്റെ ഒരു വലിയ അഭിഷേകം എൻ്റെ ജീവിതത്തിൽ തരുന്നതിനെ ഓർത്ത് ഞാൻ അങ്ങേക്ക് നന്ദി പറയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.